സംഭവം നടന്നു എന്നുള്ള വിവരം അറിയുന്നത് എപ്പോഴാണ്? രാവിലെ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞതാണ്. മരിച്ച മോളുടെ സഹോദരൻ വിളിച്ചു പറഞ്ഞതാണ്. ഇപ്പം മറ്റ് നടപടിക്രമങ്ങൾ എന്തെങ്കിലും നടന്നതായിട്ട് അറിയാമോ? അവിടെ ഫാമിലിയൊക്കെ അവിടെ ആയതുകൊണ്ട് സംസ്കാരം അവിടെ തന്നെ ആയിരിക്കും അല്ലേ? അവിടെ തന്നെയാണെന്ന് പറഞ്ഞു. അവിടെ തന്നെ ചെയ്യുമെന്ന് പറഞ്ഞത്. പോസ്റ്റ്മോർട്ടം കിട്ടി കഴിഞ്ഞിട്ട് ബോഡി കിട്ടി അവിടെ തന്നെ ചെയ്യുമെന്നാണ് പറഞ്ഞത്. അതിനെപ്പറ്റി പിന്നെ എപ്പോഴും വിളിച്ച് ബുദ്ധിമുട്ടിയാതൊന്നും വിളിച്ചില്ല. 3-4 പ്രാവശ്യം വിളിച്ചിരുന്നു. പിന്നെ ഇപ്പം വിളിച്ചില്ല. അറിയാം ഇനിയിപ്പോ വിളിക്കുമ്പോ അറിയാം എന്താണെന്നുള്ളത്. ആരൊക്കെയാണ് ആ കുടുംബത്തിൽ ഉള്ളത്? മരിച്ച കുട്ടിയുടെ അമ്മയും അച്ഛനും സഹോദരനും സഹോദരന്റെ ഭാര്യയും ഉണ്ട് അവിടെ. പിന്നെ ഇവര് പുറത്തിയപ്പോൾ ഫ്ലാറ്റിൽ താമസമായിരുന്നു. മരിച്ച 3 പേരും അവിടെയാണ് തീ പിടിച്ചത്. മകന്റെ കൂടെയാണോ ഈ അച്ഛനും അമ്മയൊക്കെ താമസിക്കുന്നത്? മകന്റെ കൂടെയാണ് അച്ഛനും അമ്മയും. അച്ഛനും അമ്മയും മകനും മകന്റെ ഭാര്യയും അവിടെയാണ് ഒരിടത്താണ് താമസിക്കുന്നത്. ഇവര് നാട്ടിൽ ചെറിയങ്കീഴാണെങ്കിൽ സ്ഥിരമായി അവിടെ തന്നെയാണ് അല്ലെ? ബിസിനസ് മറ്റു കാര്യങ്ങളൊക്കെ അവിടെയാണ്? അവിടെ തന്നെയാണ്, ഭാഷയിൽ തന്നെയാണ്. അവസാനമായി നാട്ടിൽ വന്നത് എപ്പോഴായിരുന്നു? ഓണത്തിനായിരുന്നു. ഇവിടുന്ന് ആരെങ്കിലും അങ്ങോട്ടേക്ക് പോകാൻ എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടോ? പോകുന്നുണ്ട്. നാളെ പോകും. മിക്കവാറും അങ്ങോട്ട് പോകും. ഞങ്ങൾ അങ്ങോട്ട് പോകും. പെട്ടെന്നൊരു ഷോക്കായി പോയില്ലേ അറിഞ്ഞു? തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമായി പോയി. ബന്ധുക്കളെല്ലാവരും മറ്റെല്ലാവരും നാട്ടിൽ തന്നെയാണല്ലേ? എല്ലാവരും ഇവിടെ തന്നെയാണ്. അവിടെ അവർ മാത്രമേ ഉള്ളൂ. അവിടെ ഞങ്ങൾ തൊട്ടിന് അടുത്ത വീടല്ലേ, നല്ല ആൾക്കാര്. മരണം എപ്പോഴാണ് അറിഞ്ഞിരുന്നോ? മരണം സംഭവിച്ചിരുന്നു? കുറച്ച് ഈ ന്യൂസ് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനൊരു ഇവരുമായിട്ട് കോണ്ടാക്ട് ഉള്ള എന്റെ ഹസ്ബൻഡിന്റെ നമ്പർ, എന്റെ ഹസ്ബൻഡ് ഇപ്പൊ അടുത്ത് ഇതായത്. അപ്പം വിളിച്ചപ്പം ശരിയാണെന്ന് അറിഞ്ഞു. അവസാനം എപ്പോഴായിരുന്നു ഇവര് നാട്ടിൽ ഭരണി ഏപ്രിൽ 21-ന് ഉണ്ടായി. ശർക്കര ഭരണിക്ക് നല്ല സഹകരണമൊക്കെയുള്ള ആളുകൾ. ഈ മരിച്ച പൂജയും ഹസ്ബൻഡിനെ കുഞ്ഞിനെയൊക്കെ കണ്ടിട്ടുണ്ട്? അവരെ കണ്ടിട്ടുണ്ട്. അവർ സ്ഥിരമായി അവിടെ തന്നെയാണ്? അവരവിടെയാണ്. പക്ഷെ ഈ പൂജയുടെ അച്ഛനാണ് കൂടുതലും ഞങ്ങൾക്ക് അറിയാന്നുള്ളത്. പെട്ടെന്നൊരു ഷോക്കായി പോയി.